സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. അല്ലാതെ നമ്മുടെ സെൽഫ് ടോക്ക്, ഞാൻ എന്നോട് തന്നെ ഉത്തരം കണ്ടെത്തുന്നു, ഞാൻ എന്നോട് തന്നെ ആലോചിക്കുന്നു, അപകടം പിടിക്കും. ഈ അപകടത്തിൻ്റെ ഒരു 3 മേഖലകൾ ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നോട് തന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് മാറ്റിവെക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന് പകരം ഞാൻ എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. അത് അപകടമാണ്. ഞാൻ സംസാരിക്കേണ്ടത് ദൈവത്തോടാണ്. അതുകൊണ്ടാണ് ഒരു വചനം വായിക്കാമല്ലോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 3 വേഴ്സ് 5. 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം വായിച്ചാലോ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുതെന്ന്. സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കും തോറും എന്തു പറ്റും? നമ്മുടെ ഉള്ളില് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ ദൈവ സാന്നിധ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധി എൻ്റെ കാര്യത്തിൽ ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് സുഭാഷിതം പഠിപ്പിച്ചത്. ഒന്നും കൂടെ വചനം വായിച്ചേ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ടാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ് ഗോഡ് വിത്ത് സെൽഫ്. അതായത് ഞാൻ എൻ്റെ സ്ഥാനത്തേക്ക് എൻ്റേതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ മാറ്റിവെക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ ഭയം, അഹങ്കാരം, നെഗറ്റീവായ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഒന്നാമത്തതാണ് ഭയം, നമ്മളെ പുറകോട്ട് വലിക്കും ഭയം. മറ്റൊന്നാണ് പ്രൈഡ്, അഹങ്കാര ചിന്ത. എൻ്റെ കഴിവ്, അഹങ്കാര ചിന്ത. മറ്റൊന്ന് നെഗറ്റിവിറ്റി, പലതരത്തിലുള്ള നെഗറ്റിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബം കഴിവില്ല, എൻ്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ്, ഞാൻ വളർന്ന സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അതിനുള്ള കഴിവുകളില്ല എന്നും പറഞ്ഞ് നമ്മളോട് പോകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 7-ാം തിരുവചനം. സുഭാഷിതങ്ങൾ, ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 23 വേഴ്സ് 7, 7-ാം തിരുവചനം. എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട്, തിന്നുക കുടിക്കുക എന്ന് അവൻ പറയുമെങ്കിലും അവന് ആത്മാർത്ഥതയില്ല. വചനം പറയാണ്, അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട്. അവൻ അവനോട് തന്നെ അവന്റെ മനസ്സിൽ പറയുന്നു. എന്ത് സംഭവിക്കും? അത് പറയുന്നതനുസരിച്ച് അവന്റെ ഉള്ളിൽ ഈ ഭയം അവനെ പിടികൂടും, അഹങ്കാര ചിന്ത പിടികൂടും, പിന്നീട് നെഗറ്റീവായി മാറും. പരീക്ഷാ കാലമാണ്. കഴിഞ്ഞ നാൾ ഒരു റെവറൻഡ് സിസ്റ്റർ തൻ്റെ സ്കൂളിലെ പഠിക്കുന്ന ഏറ്റവും ടോപ്പറായിട്ടുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. മിടുക്കൻ. ഈ ചെറുക്കൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇവനിങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ വെറുതെ നോക്കിയാൽ മതി, അപ്പം അവൻ അതെല്ലാം കൂടെ അവൻ്റെ തലയ്ക്കകത്തോട്ട് കയറും. ഫോട്ടോകോപ്പി മെമ്മറിയാണ്. വെറുതെ നോക്കിയാൽ മതി, അത്രയും ഷാർപ്പ് മെമ്മറിയാണ്. മിടുക്കൻ. അപ്പം ഈ സിസ്റ്റർ ഇവനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നല്ല മിടുക്കനല്ലേ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടച്ചാ. അച്ഛാ, ഇവൻ്റെ കഴിവിൽ ഭയങ്കര ആത്മവിശ്വാസം ഇച്ചിരി കൂടുതലാണ്, അഹങ്കാര ചിന്തയാ അച്ഛാ. ഞങ്ങളും സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ഇവൻ്റെ അമ്മ നല്ലപോലെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഇവൻ്റെ അമ്മ ഇവനോട് പറയും, എടാ നീ സങ്കീർത്തനം 91 വായിക്കണം. അച്ഛാ, അപ്പോഴൊക്കെ ഇവൻ പറയും, അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്. ഇതെനിക്ക് കഴിവുണ്ടെന്ന്. എനിക്ക് നിങ്ങൾ ഈ സങ്കീർത്തനം 91 വായിച്ചിട്ടൊന്നും വേണ്ട, എനിക്കല്ലാതെ കഴിവുണ്ടെന്ന്. എനിക്ക് ഫോട്ടോകോപ്പി മെമ്മറിയാണ്, നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്ന്. അച്ഛാ, ഈ ചെറുക്കൻ ഇവൻ്റെ അമ്മേനെ ഇത് പറഞ്ഞ് കരയിപ്പിക്കും. അമ്മ കഴിഞ്ഞ ദിവസം വന്ന് കരയാൻ തുടങ്ങി അച്ഛാ. എന്ന് മാത്രമല്ല,
ഈ കഴിഞ്ഞ ഒരു മോഡൽ എക്സാമിന്റെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കാരണം. മോഡൽ എക്സാം, ഇവനാണല്ലോ ടോപ്പർ, ഇവനെ തോൽപ്പിക്കാൻ ആരുമില്ല. നല്ല ആത്മവിശ്വാസമുള്ള ചെറുക്കൻ. പരീക്ഷ ഹാളിൽ മോഡൽ എക്സാമിന്റെ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഇവൻ ഈ ക്വസ്റ്റ്യനെ നോക്കിയിരിക്കുന്നു. ഇവന്റെ തലയിൽ ഒരു ഉത്തരം പോലും തെളിയുന്നില്ല, ഒരു ഉത്തരം പോലും മനസ്സിൽ വരുന്നില്ല. ഇവൻ ഓർക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും തെളിയുന്നില്ല. ഇവൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുമ്പിലിരുന്ന് കരയാൻ തുടങ്ങി. പരീക്ഷാ സമയം മുഴുവൻ 2-2.5 മണിക്കൂർ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചു. ഇവൻ കരഞ്ഞ് അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇവനെന്താ ഇങ്ങനെ കരയുന്നേ? ഇവൻ നിസ്സഹായനായിട്ടിരിക്കുകയാണ്. ഇവനൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അവൻ എല്ലാ ഉത്തരങ്ങളും ഓർക്കാൻ സാധിക്കുന്നു. ഗുണമുണ്ടോ ചോദിച്ചു? ഇല്ലെന്ന്. ആവശ്യമുള്ള സമയത്ത് ഓർത്തെങ്കിലല്ലേ കാര്യമുള്ളൂ. പരീക്ഷാ ഹാളിൽ വെച്ച് ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരങ്ങൾ എഴുതണമെങ്കിൽ ആ സമയത്ത് ഓർക്കാൻ പറ്റണ്ടേ? ഈ ചെറുക്കൻ ആ സമയത്ത് ഒന്നും ഓർമ്മയിൽ വന്നില്ല. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവൻ എല്ലാ ഓർമ്മയിൽ വന്നു. ഈ സംഭവത്തിന് ശേഷം ഇവൻ ആകപ്പാട് ഡൗണായി. അങ്ങനെയാണ് ഈ ചെറുക്കനെയും കൊണ്ട് നമ്മുടെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവന് സംഭവിച്ചത് എന്താണ്? ഇവൻ ചിന്തിച്ചു, എനിക്ക് കഴിവുണ്ട്. ഇവന്റെ ഉള്ളിൽ ഇവനെക്കുറിച്ച് തന്നെ നല്ല കഴിവുണ്ടെന്നുള്ള ചിന്ത, ഈ ചിന്ത വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യം, നിനക്ക് മാനുഷികമായ കഴിവുണ്ട്. പക്ഷേ ഈ കഴിവ് യഥാസമയം ഉചിതമായ സമയത്ത് സാഹചര്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവകൃപ വേണം. ഈ ദൈവകൃപ ഇല്ലെങ്കിൽ യഥാസമയം നിനക്കത് ഉചിതമായി ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. നീ ഒരുപക്ഷെ ഇന്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി. എന്നാൽ ഇന്റർവ്യൂ നടത്തുന്ന ആള് ചോദ്യം ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരം പറയണമെങ്കിൽ ആ സമയത്ത് നിന്റെ ഉള്ളിൽ ആ ഉത്തരങ്ങൾ വരണ്ടേ? ഇതിനെന്ത് വേണം? ഇതിനൊരു ദൈവകൃപ വേണം. അല്ലാതെ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സെൽഫ് ടോക്ക് നടത്തുന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഭയം കടന്നു വരും. അതോടൊപ്പം തന്നെ മറ്റൊരു ചിന്തയാണ് അഹങ്കാര ചിന്ത. എനിക്ക് കഴിവുണ്ട്. ഇതെന്തിലേക്ക് ചെന്ന് അവസാനിപ്പിക്കും? നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴും. നെഗറ്റീവായിപ്പോ പിന്നെ ഒന്നിൽ നിന്നും രക്ഷയില്ല. അവരിങ്ങനെ വീട്ടിൽ മുറിയിൽ വാതിലടച്ചകത്തിരിക്കും. ഇനി എന്നെ ഒന്നിനും കൊള്ളിയേല, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഇങ്ങനെയൊക്കെ ചിലരൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിപ്പുണ്ടാവും. ചില പരാജയങ്ങൾ വന്നതിന് ശേഷം, ചില ജീവിതത്തിൽ അബദ്ധത്തിന് ശേഷം, തെറ്റായ തീരുമാനത്തിന് ശേഷം, ഞാൻ പരാജയമാണ്, എന്നെ ഒന്നിനും കൊള്ളിയേല, എനിക്കിനി ജീവിതമില്ല എന്നിങ്ങനെ അവരവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ ഒരു പ്രത്യേകത, സ്വയം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ എപ്പോഴും പാപത്തെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. തങ്ങളുടെ കുറവിനെ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. വളരെ അപകടം പിടിച്ച കാര്യമാണ്. ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 16 മുതലുള്ള വചനത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടും. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 12-ാം അധ്യായം നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ധനവാനെയാണ്. ഭോഷനായ ധനികൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭോഷനായ ധനികൻ. ഇയാൾ എന്തുകൊണ്ടാ ഭോഷനായി പോയതെന്നറിയോ? അതിന്റെ 19-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 19-ാം തിരുവചനം. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ധനവാൻ എന്തബദ്ധമാണ് സംഭവിച്ചത്? ഇയാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായ തെറ്റാണോ? ഇയാള് സമ്പത്തുണ്ടായത് ശേഖരിച്ചു വെച്ച തെറ്റാണോ? പിന്നെ എന്താ ഇയാൾക്ക് പറ്റിയ അബദ്ധം? എന്തുകൊണ്ട് ഇയാൾ ഭോഷനായിപ്പോയി? എന്താ പറ്റിയത്? ഇയാൾ ഒരു വചനം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും.
ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ആത്മാവെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആത്മാവ് തിന്നുവോ? ആത്മാവ് കുടിക്കുവോ? ആത്മാവിനാണോ വേണ്ടത്? നിന്റെ ശരീരത്തിനാണ് തിന്നണതും കുടിക്കുന്നതും, ആത്മാവിനല്ലത്. ഇവന് പറ്റിയത് ഇവന് ശരീരത്തെയും ആത്മാവിനെയും വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെന്ന്. ഈ വ്യക്തി ഇവൻ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കണം. സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ട് സ്വയം ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ച് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത്. അത് വലിയ അപകടകമായി മാറിപ്പും. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2, 2-ാം അധ്യായം 12-ാം അധ്യായം 2-ാം തിരുവചനം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അടുത്തത്, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വചനം പറയുന്നു, ദൈവഹിതം എന്തെന്നറിയണം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇതിൽ ഉടനെ തന്നെ നാട്ടുകാരെന്ത് പറയുന്നു, അല്ലേ, വീട്ടുകാരെന്ത് പറയുന്നു, ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ അന്വേഷിക്കുന്നത്. അതിനപ്പുറം ദൈവം എന്തു പറയുന്നു, ദൈവമേ അങ്ങ് അരുളി ചെയ്യൂ, അങ്ങ് എന്താണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അത് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ദൈവഹിതം അന്വേഷിക്കണം. പറഞ്ഞു കൊടുത്തേ, ദൈവഹിതം അന്വേഷിക്കണം. ആമേൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്നൊരു മേഖല ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യായുടെ തിരുവചനം 50-ാം അധ്യായം 4-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 50, 50-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. 50:4. പരീക്ഷകന് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷണ എന്ന പോലെ അഭ്യസിപ്പിച്ചു. കണ്ടോ, പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷണ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പരീക്ഷണന് എന്ന് പറഞ്ഞാൽ മടുത്തിരിക്കുന്നവന്, ഭാരപ്പെട്ടിരിക്കുന്നവന്, പ്രശ്നത്തിൽ കഴിയുന്നവന്. വചനം പറയുന്നു, പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നീ പരീക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ പ്രശ്നത്തിനുള്ള ഉത്തരം ആ പ്രശ്നത്തിൽ ഉണ്ടെന്നുള്ളത് കാര്യം വെളിപ്പെടുത്തി നിന്നെ കർത്താവ് ബോധ്യപ്പെടുത്തും. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം. ആമേൻ, ആമേൻ. സങ്കീർത്തനം 29 വചനം 4 ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 29 വേഴ്സ് 4. സങ്കീർത്തനം 29 വചനം 4. യെസ്, നല്ല വചനമാണ്. വായിച്ചേ. സങ്കീർത്തനം 29, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 29 വേഴ്സ് 4. കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമറ്റതാണ്. കണ്ടോ വചനം വായിച്ചു, ഒന്നും കൂടെ വായിച്ചേ. കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ലോകത്തിന്റെ ശക്തി പോലെയല്ല, മറിച്ച് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ സ്വരം. ഗോഡ്സ് വോയിസ് ഈസ് പവർഫുൾ. ദൈവത്തിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. വലതുകര ഉയർത്തി പറഞ്ഞ്, ദൈവത്തിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ നാളുകളിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറാവണം. ഈശോ 40 രാവും 40 പകലും ഇതാ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് പഠിപ്പിക്കുന്ന കാര്യം, അപ്പന്റെ സ്വരം ശ്രവിക്കാൻ, പിതാവായ ദൈവം പറയുന്നത് കേൾക്കാൻ മകൻ തയ്യാറായി. അതൊരു ട്രെയിനിങ് ആണ്, പ്രായോഗിക പരിശീലനമാണ്.
ആ പരിശീലനമാണ് പിന്നീട് ഈശോയെ മുന്നോട്ട് നയിച്ചത്. എങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവസ്വരം കേൾക്കാൻ തയ്യാറാവണം. സ്വയം ആലോചിച്ച് ഉത്തരം കണ്ടെത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തരുത്, മറിച്ച് ദൈവസ്വരം കേൾക്കാൻ തയ്യാറാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നമ്മളെ അനുഗ്രഹിക്കും. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. 1 സാമുവേൽ 3-ാം അധ്യായം 1 മുതലുള്ള വചനം. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിട്ടുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു, സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്നപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ സാമുവേലിൻ്റെ ഈ മനോഭാവം നമുക്ക് സ്വീകരിക്കാം. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിന്റെ ഇന്നത്തെ കുടുംബ ജീവിത വഴിയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ജോലി ഭാരത്തിൽ, നിന്റെ ബന്ധങ്ങളിൽ നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയം എന്താണ്? ഇതാ ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നീ ചെയ്യേണ്ട കാര്യം അൾത്താരയോട് ചേർന്നായിരിക്കാനും ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുമുള്ള മനസ്സ്. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. നമ്മുടെ ബുദ്ധി പറയുന്നതല്ല, മനസ്സിലെ തോന്നലുകളല്ല, മറിച്ച് ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ്. ദൈവമേ, സാമുവേൽ എടുത്ത നിലപാട് പോലെ ഞങ്ങളും ദൈവസന്നിധിയിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ നമുക്ക് വലിയൊരു തീരുമാനമെടുക്കാം. എന്തെന്നറിയോ? അൾത്താരയോട് ചേർന്നിരിക്കാനുള്ള തീരുമാനം. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയാണ് നിനക്ക് ആശ്രയം, നിനക്ക് ആശ്വാസം. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ ഈ ബലിപീഠമാണ് നിനക്ക് ആൾത്താര, ഈ ബലിപീഠമാണ് ഉത്തരം. നമ്മുടെ തലയ്ക്കകത്തേക്ക് പല ചിന്തകൾ വരും, പലതരത്തിലുള്ള ആലോചനകളും തോന്നലുകളും വരും. എന്നാൽ ആ തോന്നലുകൾക്ക് വിട്ടുകൊടുക്കാതെ ഈ അൾത്താരയെ മുറുകെ പിടിക്കാൻ, ബലിപീഠത്തിൽ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കണം. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കണം. ഓ ദൈവമേ, ഞങ്ങൾ അതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക്, ഭാരങ്ങൾക്ക് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കയ്യിൽ അത് ഉത്തരമുണ്ട്. കർത്താവെ, അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഈ അൾത്താരയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഉത്തരം ഈ അൾത്താരയാണ്. അൾത്താരയാണ്, ഈ ബലിപീഠമാണ് ഞങ്ങളുടെ ആശ്രയം. ഓ ദൈവമേ, ഞങ്ങളിതാ വിശ്വസിക്കുകയാണ്. 2 കരങ്ങളും അൾത്താരയോട് ചേർത്ത് പിടിച്ചോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ മനസ്സിൽ കാണണം, ഇതാ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ പരിശുദ്ധ അൾത്താരയുണ്ട്.
അൾത്താര നിങ്ങളുടെ ജീവിതത്തിൽ അനേക തവണ ബലിയർപ്പണങ്ങൾ നടത്തപ്പെട്ട പരിശുദ്ധ അൾത്താര, നിങ്ങളുടെ ജീവിതത്തിൽ കൂദാശകൾ സ്വീകരിച്ച അൾത്താരയോട് ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ പിടിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഈ അൾത്താരയോട് ചേർത്ത് വെക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ആശ്രയം, അങ്ങ് മാത്രമേ എനിക്ക് ഉത്തരമുള്ളൂ. എൻ്റെ ലോകത്തുള്ള മറ്റുള്ളവർ പറയുന്നതല്ല, വീട്ടുകാരും നാട്ടുകാരും പറയുന്നതല്ല, മറിച്ച് അങ്ങാണ് എൻ്റെ ഉത്തരം. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ, ഈശോയെ നിന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, ഞങ്ങളിതാ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, സാമുവേൽ പ്രവാചകൻ ചെയ്തതുപോലെ ഈ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള തടസ്സങ്ങൾ മാറ്റണമേ. കർത്താവേ, ഞങ്ങളിതാ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവമേ, ഈ അൾത്താരയാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഈ അൾത്താരയോട് ചേർത്ത് വെക്കുന്നു. ആരാധന 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 ആരാധന. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. ആരാധന 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 ആരാധന. Praise the Lord. Hallelujah. Hallelujah.